ഇതിപ്പോ ആക്സിഡന്റ് ആണോ കൊല്ലിച്ചതാണോ എന്ന് ആർക്കറിയാം. അധികാരം ഒഴിഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം മകൻ തന്നെ കൊല്ലിച്ചതാണെന്ന് എല്ലാരും പറയുന്നേ. അയ്യോ, എന്നിട്ട് ആ സമയത്ത് ഒരു ഡൽഹി യാത്രയിൽ ആരും സംശയിക്കില്ലല്ലോ. അമ്മേ, അച്ഛനേക്കാൾ വലുതാണോടെന്ന് എനിക്ക് അധികാരം, മന്ത്രിസ്ഥാനം. അച്ഛനെ എതിർത്ത് ഒടുവിൽ നീ സ്വന്തം അച്ഛനെ. അമ്മേ, എനിക്ക് നിന്നെ കാണണ്ട, പോ എന്റെ മുമ്പിൽ നിന്ന്. ജോസഫേട്ടൻ അച്ഛൻ്റെ കൂടെ എങ്ങനെയാ? താനിതെങ്ങോട്ടാ? ഞാൻ അങ്ങോട്ടാ? അങ്ങോട്ട് അല്ല, ഇങ്ങോട്ട്. കയറോ വണ്ടിയില്. ഇങ്ങോട്ട് കയറോ. ആള് മാറിപ്പോയില്ലല്ലോ. ഞാൻ ജോസഫാ. തന്നോട് വണ്ടി കയറാനല്ലേ പറഞ്ഞേ? എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നേ? കൊല്ലാൻ. വണ്ടി വിടറോ. 10-25 കൊല്ലം നിഴൽ പോലെ നടന്നതല്ലേ എൻ്റെ കൂടെ. താനുണ്ടാകണം ഇനി എന്നോടൊപ്പം. PA ആയിട്ടല്ല, നല്ലൊരു സുഹൃത്തായിട്ട്. സാറിന് വട്ടായോ? താനൊന്നും ഉദ്ദേശിക്കണ്ട. ഇത്രയും കാലം എനിക്ക് വട്ട് തന്നെയായിരുന്നു. ഇപ്പൊ തിരിച്ചറിവ് വന്നു. എൻ്റെ മോൻ എൻ്റെ കണ്ണ് തുറപ്പിച്ചിടും. എന്റെ ഈശോയെ, ഞാൻ എന്തായി കേൾക്കുന്നത്? ലക്ഷ്മിക്ക് സന്തോഷമായി കാണുമല്ലേ? അതല്ലേ രസം. ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. മകനും മരുമകളും പെട്ടെന്ന് വീട്ടിൽ വന്ന് കയറുമ്പോൾ അവൾ അന്തം വിട്ടു പോകും. ആ ഇടിയിൽ ഞാൻ തെറിച്ചുപോയി. അതൊരു സാധാരണ ആക്സിഡന്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ആ ലോറി പിന്നോട്ടെടുത്ത ശേഷം പിന്നെയും കൊണ്ടുവന്നിടിച്ച എന്തിനാ? മനപ്പൂർവ്വം ആരോ ജയിച്ച പോലെ. സർ, ഒരു കാര്യം, ആ ലോറി ഡ്രൈവറും കിളിയും ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷേ ആ ഗേറ്റ് ക്ലോസ് ചെയ്യൂ. ആരെയും വെളിയിലേക്ക് വിടണ്ട. Come on, round up, go fast. സാർ, എന്താ? സോറി മാഡം. ആ നോക്കോടെ. ആ നോക്കൂ. ആ ബാത്റൂമില്. ഏട്ടാ, അയ്യോ, എന്താ പ്രശ്നം? എന്താ ലുക്ക് ദേർ. എന്താ പ്രശ്നം? ആരെങ്കിലും ഉണ്ടോ? ആരും നീ മേനോ സാറിനെ കൊന്നു. ഇവരിൽ ആര് പറഞ്ഞിട്ടാണ് നീക്ക് ഇവിടെ കയറി വിളിച്ചത്? ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മേ, എന്താ ഇവിടെ? അമ്മേ, ഇവന് അച്ഛനെ, എന്നിട്ട് ഈ വീട്ടിൽ തന്നെ. വേണ്ട, നീ നിന്റെ പോലീസും ചേർന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ് ഈ വേഷം കെട്ടെങ്കിൽ അത് വേണ്ട. നിനക്ക് എന്ന് തുടങ്ങിയടാ നിന്റെ അച്ഛനോട് ഇത്ര സ്നേഹം? ദയവ് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, ഇവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് ഞാൻ പോവൂ.
ഈ ലോകത്ത് എന്റെ അമ്മയെ മാത്രം എനിക്ക് ബോധിപ്പിക്കണം ഞാനല്ല എന്റെ അച്ഛനെ കൊന്നതെന്ന്. പറയടാ, ആരടാ നിന്റെയൊക്കെ പിന്നില്? ആരടാ നിന്റെയൊക്കെ പിന്നില്? പറയടാ. പറയാൻ ആരടാ എന്റെ അച്ഛനെ കൊന്ന്? ഇവനെ തല്ലിക്കൊന്നാലും പറയില്ലടാ. എനിക്കറിയാം ആരാണെന്ന്. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഞാൻ പറയാം. ആ, നീ ഇതുവരെ എഴുന്നേറ്റില്ലായിരുന്നു. ഇന്നലെ ശകലം ലേറ്റായി. ശരി, ഞാൻ കുറെ നേരം കാത്തിരുന്നായിരുന്നു. എന്താ അച്ഛാ രാവിലെ? എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം. അമ്പലത്തിലേക്കോ? അതെ, 20 കൊല്ലങ്ങൾക്ക് ശേഷം. ആ പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത് പോയിരുന്നു. പരസ്പരം എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർത്തു. അവൻ വെറും പാവാ മോനെ, ശുദ്ധഭാവം. ഇപ്പൊ എന്റെ മനസ്സ് മുഴുവൻ കുറ്റബോധ. നമുക്കെന്താടാ ഭ്രാന്തായിരുന്നു? ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് ഒടുവിൽ നമ്മുടെ ഉണ്ണിയെ ഓർക്കുമ്പോ തന്നെ സഹിക്കാൻ വയ്യ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ കോടികളുടെ കള്ളപ്പണം മുഴുവൻ സർക്കാരിന് തിരിച്ചേൽപ്പിക്കാൻ പോവാ. എന്താ നീ എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ എന്നും അച്ഛനെ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. അച്ഛൻ എന്തു പറയുന്നോ ഞാൻ അതുപോലെ ചെയ്യാം. ഇതുപോലെ തങ്കപ്പെട്ട മരുമക്കളെയും മോനെയും കിട്ടിയതാ എന്റെ സമ്പാദ്യം. ആ, എല്ലാം നല്ലതിനാണെന്ന് ഓർത്ത് സന്തോഷിക്കാം അല്ലേ? ആ പവി, അമ്പലത്തിൽ പോയതിന് ശേഷം ഞാൻ ആ വഴി തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെ ഒരു പത്രസമ്മേളനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എന്ന അഴിമതിക്കാരൻ്റെ കുറ്റസമ്മതം. എനിക്കിപ്പോൾ വേണ്ടത് മനസമാധാനമാണ്. മനസമാധാനം മാത്രം. സാർ ബെൻസേല്? വേണ്ടടോ, പഴയ ശീലങ്ങളൊക്കെ മാറ്റി നമുക്കിത് പോവാം. ശരി വാ. സാർ. വൈറ്റ് അംബാസിഡർ KL188888 എക്സ് മിനിസ്റ്റർ ബാലഗംഗാധര മേനോൻ. 8 മണിക്ക് മുമ്പേ കാർ നാഷണൽ ഹൈവേ വഴി വരും. കൊലപാതകമാണെന്ന് ഒരിക്കലും സംശയിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ തീർക്കണം. ഓക്കെ? ആ ഏ? നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? അല്ല മോളെ, നിന്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ, മനസമാധാനമാണ് വലുതെന്ന്. നിന്റെ അച്ഛന് മനസമാധാനം വന്നപ്പോ എനിക്കത് നഷ്ടപ്പെട്ടു. വർഷങ്ങൾ കൊണ്ട് ഞാൻ നേടിയത് മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അയാൾക്കിപ്പോ ഭ്രാന്താ. മോനോട് ഒത്തുകൂടി എന്റെ ഭ്രാന്ത്. നീ ഒന്നും അറിഞ്ഞിട്ടില്ല. പൊയ്ക്കോ പൊയ്ക്കോ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനെ കൊല്ലാൻ ഞാൻ ശബ്ദിച്ചു പോരുത്, കൊന്നുകളയും ഞാൻ. ഇത് പുറലോകം അറിഞ്ഞ നീ നിന്റെ പുന്നാര മക്കളും പിന്നെ ജീവനോടെ ഭൂമിയിൽ കാണില്ല. മനസ്സിലായി? അയാള് ദുഷ്ടനാ. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. ഞാനിത് പറഞ്ഞാൽ എന്നെ കുട്ടികളെ അയാള് കൊല്ലും. പറഞ്ഞില്ലെങ്കിൽ ഈ ജന്മം എന്റെ അച്ഛന്റെ ആത്മാവിനോട് പൊറുക്കില്ലടാ. മോനെ ഉണ്ണി, എന്നോട് പൊറുക്കടാ. ഹലോ, ആ സിംഗപ്പൂർ ഫ്ലൈറ്റിന് ഓക്കെ അല്ലേ? അടുത്ത ഫ്ലൈറ്റ് തന്നെ വേണം. ആ എന്ത് തെറ്റാ എന്റെ അച്ഛൻ നിന്നോട് ചെയ്തേ? എന്തിനാ എന്റെ അച്ഛനെ നീ? ഞാനെന്ത് ചെയ്തെന്നാ? നീ ഒന്നും ചെയ്തില്ലല്ലേ? സാർ 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 ആഹാ,
അപ്പൊ ഏതാണ്ടൊക്കെ അറിഞ്ഞു അല്ലേ? പക്ഷെ ആ കൊലയ്ക്ക് പിന്നെ ഞാനാണെന്ന് നിനക്കൊരു കോടതിയിലും തെളിയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പ്ലാൻഡ് ആയിരുന്നടാ മർഡർ. ഇനി നീയാണ് എനിക്ക് പ്രശ്നമെങ്കിൽ കൊല്ലും ഞാൻ. എന്നിട്ട് കാശെറിഞ്ഞൊരു ബിനാമിയെ കൊലയാളിയാക്കി നിയമത്തിന് മുമ്പിൽ ഇട്ടുകൊടുക്കും. വെറുതെ എന്റെ യാത്ര മുടക്കരുത്. അത് ഓർക്ക് സാർ. ഉണ്ണി, ഞാനിത് ചെയ്തില്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നോ സർ, സാർ ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ കിടക്കേണ്ട ആളല്ല. നിങ്ങളെപ്പോലൊരു മന്ത്രിയെ ഈ നാടിന് ആവശ്യമാണ്. ജനങ്ങൾ അത്രമാത്രം പ്രതീക്ഷ സാറിന് അർപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് നന്മകൾക്ക് വേണ്ടി ഇത് നമുക്ക് മറക്കാം സാർ. അതെ സർ. ഹോം മിനിസ്റ്ററെ പ്രതി കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി അറ്റാക്ക് ചെയ്തു. ആസ് എ സെക്യൂരിറ്റി ഓഫീസർ എനിക്ക് അയാളെ കൊല്ലേണ്ടി വന്നു. CRPC 130, 131. FIR closed. കൃഷ്ണകുമാർ നന്നാവുന്നുണ്ടോ? തന്റെ ഭരണതന്ത്രങ്ങളും പരിഷ്കാരങ്ങളും വിചാരിച്ചില്ല ഇത്രയും. ഞാൻ ഭരിച്ചിരുന്ന മന്ത്രിസഭയില് തന്നെ പോലൊരു ചങ്കുറപ്പുള്ള മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേനെ ഈ കേരളം റിയൽ ഗാഡ്സ് ഓൺ കൺട്രിയാണെന്ന്. പക്ഷെ ഇവിടെ ഡെവിൾസ് ഓൺ പീപ്പിളാണ് സാർ കൂടുതൽ. ഒക്കെ ശരിയാവും, ശരിയാക്കണം. കുറച്ചു സമയവും ഒരുപാട് കാര്യങ്ങളും മെനക്കെടുത്തുന്നില്ല. നടക്കട്ടെ.